2 ദിവസം മുമ്പ് രസകരമായൊരു വാർത്ത കേട്ടു. NRIs നാട്ടിലേക്ക് പൈസ അയക്കാൻ വേണ്ടി ബാങ്ക് മുഖേന അല്ലാതെ ലീഗലായ മറ്റൊരു വഴി കണ്ടുപിടിച്ചിട്ടുണ്ട്. രസം അതല്ല, അറൗണ്ട് 10% പേയ്മെൻറ്റ്സ് അതുവഴിയാണ് വരുന്നത് പോലും, ബാങ്ക് വഴിയല്ല. പിന്നെ ബാങ്ക് വഴി കിട്ടുന്നതിനേക്കാൾ കൂടുതൽ പൈസ ഇതുവഴി കിട്ടുന്നുണ്ടെന്നാണ് അറിഞ്ഞത്. സോ ഏതാണ് ആ വഴി, അതിലെന്തെങ്കിലും റിസ്ക് ഉണ്ടോ, ടാക്സ് ഉണ്ടോ, എല്ലാം പറഞ്ഞുതരാം, ശ്രദ്ധിച്ച് കേൾക്കുക. സ്റ്റേബിൾ കോയിൻ എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്. ഇത് ബേസിക്കലി ഒരു ക്രിപ്റ്റോ കറൻസിയാണ്. പക്ഷേ ബിറ്റ് കോയിൻ, എതേറിയം ഇങ്ങനെയുള്ള കറൻസീസ് പോലെ വലിയ അളവിലുള്ള ഒരു പ്രൈസ് ഫ്ലക്ച്വേഷൻ സ്റ്റേബിൾ കോയിൻസിന് ഉണ്ടാവാറില്ല. കാരണം സ്റ്റേബിൾ കോയിൻസ് എപ്പോഴും മറ്റൊരു കറൻസിയുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും അതിൻ്റെ പ്രൈസ്. ഉദാഹരണത്തിന് USDT എന്ന സ്റ്റേബിൾ കോയിൻ, ഒരു $1 വിലയാണ് ഒരു USDTക്ക്. ഡോളറിൻ്റെ വില കൂടിയാൽ ഇതിൻ്റെയും വില കൂടും, അതിൻ്റെ വില കുറഞ്ഞാൽ ഇതിൻ്റെയും കുറയും. ഇതാണ് കോൺസെപ്റ്റ്. എന്നാൽ ക്രിപ്റ്റോ എക്സ്ചേഞ്ചിൽ കഴിഞ്ഞൊരു 1.5 വർഷമായിട്ട് ഒരു USDTക്ക് $1 4-5% കൂടുതലാണ് വില. കുറച്ചുകൂടെ സരളമായ ഭാഷയിൽ പറഞ്ഞാൽ ഒരു $1 ഇപ്പോൾ 88.4 രൂപയാണ്. പക്ഷേ ഒരു USDTക്ക് 92.4 ഇപ്പോഴത്തെ ഒരു കറണ്ട് പ്രൈസ്. ഇത് മനസ്സിലാക്കി NRIs ചെയ്തത്, ഡോളർ കൊടുക്കുന്നു, ക്രിപ്റ്റോ എക്സ്ചേഞ്ചസിൽ നിന്ന് USDT വാങ്ങിക്കുന്നു, നാട്ടിലുള്ള തൻ്റെ റിലേറ്റീവിൻ്റെ ക്രിപ്റ്റോ അക്കൗണ്ടിലേക്ക് USDT ട്രാൻസ്ഫർ ചെയ്യുന്നു, നാട്ടിലുള്ള റിലേറ്റീവ് ആ USDT കൺവേർട്ട് ചെയ്ത് റുപ്പി ആക്കുന്നു. സോ ബാങ്ക് വഴി അയച്ചിരുന്നെങ്കിൽ ബാങ്ക് റേറ്റ്, എക്സ്ചേഞ്ച് കമ്മീഷൻ ഇതെല്ലാം കഴിഞ്ഞൊരു ഏകദേശം 87.5 രൂപ കിട്ടേണ്ട സ്ഥാനത്ത് 92.4 രൂപ കിട്ടുന്നു. ഇവിടുത്തെ ഇൻകം ടാക്സ് ആക്ട് പ്രകാരം നാട്ടിലുള്ള റിലേറ്റീവ് അറൗണ്ട് 1% TDS പേ ചെയ്യേണ്ടി വരും, എങ്കിലും ലാഭം. പക്ഷേ ഈ USDT മെത്തേഡിൽ കൂടെ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഒരു മേജർ റിസ്ക്കും കൂടി ഞാൻ പറഞ്ഞുതരാം. ഈ USDT എന്ന് പറയുന്ന സ്റ്റേബിൾ കോയിൻ അതുപോലുള്ള മറ്റ് സ്റ്റേബിൾ കോയിൻസ് എല്ലാം ഗവൺമെൻറ് അതോറിറ്റി അല്ല ഇഷ്യൂ ചെയ്യുന്നത്, ഇത് പ്രൈവറ്റ് കമ്പനീസാണ് ഇത് ഹാൻഡിൽ ചെയ്യുന്നത്. സോ പറഞ്ഞ പോലെ പൈസ കിട്ടിയില്ലെങ്കിൽ പരാതിപ്പെടാനുള്ളൊരു ഓപ്ഷൻ ഇല്ല. ക്രിപ്റ്റോ കറൻസീസിനെയും ക്രിപ്റ്റോ എക്സ്ചേഞ്ചസിനെയും വിശ്വസിക്കുന്ന ഒരാൾക്ക് ഇത് നല്ലൊരു ഓപ്ഷനായിട്ടാണ് എനിക്ക് തോന്നുന്നത്. സോ ഈ പേയ്മെൻറ്റ് ഓപ്ഷനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഈ അറിവ് ഉപകാരപ്പെടുമെന്ന് തോന്നുന്നു നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക. കൊമേഴ്ഷ്യൽ അവയർനെസ് കോണ്ടന്റിന് വേണ്ടി FMK Basics ഫോളോ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.